സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കാളികളാകേണ്ടതില്ലെന്ന് യുഡിഎഫ് നേതൃയോഗത്തിൽ തീരുമാനം. ഇടത് സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചാൽ അണികൾക്കിടയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന ബജറ്റിൽ കൂടുതൽ ജനപ്രിയ പദ്ധതികൾ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നതിന്റെ കാരണക്കാർ കേന്ദ്ര സർക്കാർ മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രമാണ് ഇടത് സർക്കാരിന്റേതെന്നും ഘടകകക്ഷി നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ബി.ജെ.പി. വിരുദ്ധ നിലപാട് സ്വീകരിച്ച മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നും സ്വീകരിക്കാത്ത ശൈലിയാണ് സംസ്ഥാന സർക്കാരിൻ്റേത്. കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ജന്തർ മന്ദർ ഉൾപ്പെട്ട ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ പോലും ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുന്നില്ല. ശക്തമായ ബി.ജെ.പി. വിരുദ്ധ നിലപാട് സ്വീകരിച്ച തമിഴ്നാടിനോടും കർണാടകത്തോടും പഞ്ചാബിനോടും ഒന്നുമില്ലാത്ത പ്രതികാരം മോദി സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്നത് എന്തിനാണ്? കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഓൺലൈനായി ചേർന്ന യുഡിഎഫ് നേതൃയോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഇങ്ങനെ. സംസ്ഥാന സർക്കാരിന്റെ ഭരണപരാജയമാണ് നിലവിലെ ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നാണ് യുഡിഎഫ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. കടുത്ത ധനപ്രതിസന്ധിക്കിടയിലും നവകേരള സദസ്സിനായി കോടികൾ ചെലവഴിച്ചത് ദൂർത്താണെന്നും നേതൃയോഗം വിമർശിച്ചു. കേന്ദ്രവിരുദ്ധ സമരത്തിൽ സർക്കാരിനൊപ്പം ചേർന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാൻ യുഡിഎഫും കൂട്ടുനിന്നെന്ന വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമെന്നും ഘടകകക്ഷി നേതാക്കൾ യോഗത്തെ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കണമെന്ന പൊതുധാരണയിലാണ് യുഡിഎഫ് നേതൃയോഗം അവസാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. മഹാരാജാസ് കോളേജ്